നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം നമ്മൾ കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന മെയിൻ ഒരു കൺഫ്യൂഷനാണ് ഏത് ഇൻഷുറൻസ് എടുക്കും. അതായത് കമ്പനി ത്രൂ ഇൻഷുറൻസ് എടുക്കണോ അതോ പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കണോ. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഷോർട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പലർക്കും അതിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. കാരണം ഏത് ഇൻഷുറൻസ് എടുക്കണം, പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്താൽ റേറ്റ് കുറവാണ്, എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ 2000-3000 രൂപയുടെ ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് 4000 രൂപയുടെ വരെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 4000 രൂപ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന കഴിഞ്ഞും പുറത്തുനിന്നുള്ള ഇൻഷുറൻസ് എടുക്കുന്ന അല്ലേ ലാഭം. ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് രാഹുൽ രഘു 3018 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ചേട്ടാ, ന്യൂ വണ്ടി എടുത്ത് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞ് ഇൻഷുറൻസ് എടുക്കാൻ കമ്പനിയിൽ നിന്ന് തന്നെ എടുക്കണം എന്നുണ്ടോ, അതോ പുറത്ത് ഇൻഷുറൻസ് ഓഫീസിൽ നിന്നും എടുത്താൽ കുഴപ്പമുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. കാരണം ഒരുപാട് പേരുടെ മനസ്സിൽ ഈ ഒരു സംശയമുള്ളൊരു കാര്യമാണ്. കാരണം റേറ്റ് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ഏതൊരു കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റേറ്റ് തന്നെയാണ്. കാരണം സാമ്പത്തികം അതൊരു വലിയ കാര്യം തന്നെയാണ്, ചെറിയ കാര്യം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതേ സ്ഥാനത്ത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും കമ്പനി ഇൻഷുറൻസ് ആണ് നല്ലത്. ഇങ്ങനെ ഞാൻ പണ്ട് പറഞ്ഞ സമയത്ത് പലരും എന്നോട് പറയായിരുന്നു, നീ ഇന്ന പോലെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നല്ലേ, അതുകൊണ്ടല്ല കമ്പനി പ്രൊമോട്ട് ചെയ്ത് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്തിരുന്നത് മാരുതിയിലാണ്, അല്ലെങ്കിൽ മാരുതി എന്ന് പറയുന്ന ഇൻഡസ് മോട്ടോഴ്സ് പറയുന്ന കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാരുതി മാത്രം സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എല്ലാം ഇൻഷുറൻസ് കമ്പനി വെച്ച് പറയണം, അല്ലെങ്കിൽ എല്ലാം വാഹനങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങളുടെ ഇരിക്കുന്ന ഒരു മാരുതി വാഹനമാണെങ്കിലോ, ഹുണ്ടായുടെ വാഹനമാണെങ്കിലോ, അല്ലെങ്കിൽ ടൊയോട്ടയുടെ വാഹനമാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു കിയ ആണെങ്കിലോ, ഏത് വാഹനമാണെങ്കിലും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള ടൈപ്പ് കൊണ്ട്. രണ്ടാമത്തെ കാര്യം, കൂടുതലും സ്ഥിരം വരുന്ന സർവേയറൊക്കെ ആയിരിക്കും. അങ്ങനെ സർവേയർ സെയിം ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ അവരെ കൺവിൻസ് ചെയ്യിക്കാൻ സാധിക്കും. കാരണം ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ള അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാൻ മേലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ ഏതെങ്കിലും ഒരു പോർഷൻ, ഇപ്പോൾ ഒരു ഡോറോ അല്ലെങ്കിൽ ഒരു ബോണറ്റോ അല്ലെങ്കിൽ ബമ്പറോ ഏതെങ്കിലുമൊക്കെ ഒരു പോർഷന് പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഒരു സൈഡ് ഫുള്ള് നമുക്ക് പ്രോബ്ലം വന്നു, ഒരു ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ഫുൾ സൈഡ് ഇൻഷുറൻസ് ക്ലെയിമിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനുള്ളൊരു പ്രൂഫും കൂടെ നമുക്ക് വേണം. അതായത് സ്പോട്ടിലുണ്ടായ ഏതെങ്കിലും ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ GDO കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ സാധിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് എന്തുകൊണ്ട് പുറത്തെ ഇൻഷുറൻസിന് പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ശരിക്കും പുറത്തെ ഇൻഷുറൻസിന് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നൂലാമാലകളുണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ പുറകിൽ ഓടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എന്തെങ്കിലും ഒരു ഹിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറച്ച് ഡെൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു, അത് നമുക്ക് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യം തന്നെ അവർ പറയുന്നൊരു കാര്യം ക്ലെയിം ഇൻറ്റിമേഷൻ ചെയ്യണം. ക്ലെയിം ഇൻറ്റിമേഷൻ ചെയ്യാൻ കസ്റ്റമർ തന്നെ, അതായത് ആസ് ഇറ്റ് ഈസ് എ കസ്റ്റമർ നമ്മൾ തന്നെ പോയി ഇൻഷുറൻസ് കമ്പനി ചെന്ന് അവർ തരുന്ന എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ അവരുടെ കൊടുത്ത് അപ്രൂവൽ മേടിച്ച് അവർ വന്ന് നോക്കി. പക്ഷേ അതിനകത്ത് വരുന്നൊരു കുഴപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, എൻ്റെ ലൈഫിൽ ഞാൻ ഏകദേശം കുറച്ച് നാൾ, അതായത് ഒരു 10 വർഷത്തോളം മാരുതിയിൽ വർക്ക് ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും റേറ്റ് കുറഞ്ഞെടുക്കുന്ന ഇൻഷുറൻസിൽ പല കാര്യങ്ങളും കവർ ചെയ്യാറില്ല. ഇങ്ങനെ കവർ ചെയ്യാതെ വരുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ട് ആ കസ്റ്റമർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് പലരും ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ മാത്രം, അതായത് ഇതുപോലെ ഒരു ക്ലെയിം ഫേസ് ചെയ്യുമ്പോൾ മാത്രം ഇവരത് മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു കാരണവശാലും ഈ പറയുന്ന രീതിക്ക്, അതായത് പുറത്തുനിന്നുള്ള ഇൻഷുറൻസ് നമുക്ക് കുറച്ചുകൂടെ സാമ്പത്തികം മുടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ല. കമ്പനി ടൈപ്പ് ഉള്ള, അതായത് കമ്പനി ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം മുമ്പോട്ട് നമുക്കൊരു കുറച്ചുകൂടെ എല്ലാവരും ഈസി ലൈഫാണ് ആലോചിക്കുന്നത്, അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ലൈഫ് ആരും ആലോചിക്കാറില്ല. അങ്ങനെ ഒരു ഈസി ലൈഫ് ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്നൊരു രീതിക്ക് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. ഇത് എൻ്റെ സജഷനാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് പ്രോബ്ലംസ് കണ്ടിട്ടുള്ളതുകൊണ്ട്, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സജഷൻ എല്ലാവർക്കും തരുന്നത്.